ഇന്ന് വേൾഡ് സ്നേക്ക് ഡേ ആണ്, പാമ്പ് ദിനം. നമ്മുടെ നാട്ടിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഓരോ ദിവസവും കൂടി വരികയാണെന്ന് നമുക്കറിയാം. പാമ്പ് കടി മൂലമുള്ള മരണം തടയാനുള്ള കർമ്മ പദ്ധതിയുമായിട്ടാണ് അമൃത ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. ഈ പാമ്പ് കടി വിരുദ്ധ ദിനം, പാമ്പ് കടി ദിനം എന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ പാമ്പ് കടിയേറ്റുള്ള മരണം 0 എത്തിക്കണം എന്നതാണ് ഈ അമൃത ആശുപത്രിയുടെ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് അറിയുന്നു. ഇന്ത്യയിൽ പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ കൂടുതലാണ്. പലപ്പോഴും പലതും റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. അപകടത്തിൽപ്പെടുന്നത് കൂടുതലായും സാധാരണക്കാരും. ഇതിനെ പ്രതിരോധിക്കാനാണ് അമൃത ആശുപത്രിയുടെ കർമ്മ പദ്ധതി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും വനം വകുപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളെയും സ്വകാര്യ ആശുപത്രികളെയും ഗവേഷണ കേന്ദ്രങ്ങളെയും സംയോജിപ്പിച്ചാണ് പദ്ധതി. ഒന്ന്, കമ്മ്യൂണിറ്റിയെ അവെയർ ആക്കുക. ഈ പാമ്പ് നമ്മളുടെ പരിസരത്തുള്ള ഏതൊക്കെ തരത്തിലുള്ള പാമ്പാണ്, സ്പീസീസ് ഓഫ് സ്നേക്സ് ആണ് ഉള്ളത്, പാമ്പ് കടിച്ചാൽ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടുള്ള ചില കാര്യങ്ങൾ, പിന്നെ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ്. സമൂഹത്തിൽ ഇപ്പോൾ ഒരു അറ്റാക്ക് വന്നാൽ നമ്മൾ CPR ഒക്കെ കൊടുക്കുന്ന അതേ രീതിയിൽ ഒരു ട്രെയിനിങ് നമ്മൾ നടത്താനും കൂടിയാണ്. അപ്പോൾ ഒരു അവെയർ കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവർ ആശുപത്രി പെട്ടെന്ന് എത്തിയിരിക്കും. പദ്ധതിക്കായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് 15 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. ഒരേ സമയത്ത് 7 സംസ്ഥാനങ്ങളിലാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതൊരു കൊലാബറേറ്റീവ് വർക്കാവും. 7 സ്റ്റേറ്റ്സ്, അത് അമൃതയാണ് ലീഡ് ചെയ്യണത്. ഇത് ഒരുമിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഈ കൺട്രി ഒട്ടാകെ അതിനായിട്ടുള്ള എവിഡൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇതിൽ നിന്ന് പോളിസി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. ഒരുപക്ഷെ ഈ ചികിത്സ ഫ്രീ ആക്കാൻ സാധിക്കും. ഈ പല ജനാരോഗ്യ സുരക്ഷാ പദ്ധതിയും അങ്ങനെ പല പദ്ധതികളുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് ഇത് ഉൾപ്പെടുത്താനും കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. കുട്ടികളിലേക്ക് പദ്ധതി എത്തിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് സ്കൂൾ ചിൽഡ്രനെയാണ് ഒരു വളരെ ശ്രദ്ധ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ അടുത്ത എഡ്യൂക്കേഷൻ മിനിസ്ട്രി പോയി കാണുകയും ഈ പാമ്പിനെ കുറിച്ചൊരു 1.5-2 പേജിന്റെ ഒരു ആർട്ടിക്കിൾ എൻവിറോൺമെന്റൽ സയൻസസ് ചാപ്റ്റേഴ്സ് ക്ലാസ് 7 ക്ലാസ് 8 ഒരു ചാപ്റ്ററിലേക്ക് ഉൾപ്പെടുത്താനാണ് നമ്മുടെ ശ്രമം. ഈ പഴയ സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് ഗെയിം നിങ്ങളും അത് കളിച്ചിട്ടുണ്ടാവും, ഞാനും കളിച്ചിട്ടുണ്ട്. അതില ഇപ്പൊ ഇലക്ട്രോണിക് ആണ്, പഴയ രീതിയിലല്ല, പേപ്പറിലല്ല. ആ ബോഡിയിൽ നിന്നുള്ള പാമ്പുകൾ മാറ്റി നമ്മൾ ഇവിടുത്തെ സ്പീസീസ് ഓഫ് സ്നേക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്തേക്കാണ്. അപ്പൊ ആ ചിത്രം കുട്ടി കാണുമ്പോൾ ആ പാമ്പിന്റെ ചിത്രം മനസ്സിൽ പതിഞ്ഞിരിക്കും. അപ്പൊ അതിന് ഇന്നതൊക്കെയാണ് പോയ്സണസ് സ്നേക്സ് എന്ന് അവർക്ക് മനസ്സിലാവും. എറണാകുളം ജില്ലയിലാണ് പദ്ധതി ആദ്യം നടപ്പിലാക്കുക. ശേഷം മറ്റിടങ്ങളിലേക്ക് വിപുലീകരിക്കാനാണ് നിലവിലെ തീരുമാനം. 24 കൊച്ചി.